ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് എല്ലാവർക്കും വിശേഷം? ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പം ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ഇറങ്ങിയതാ കേട്ടോ. നമ്മുടെ റോസ് ചെടിയിലൊക്കെ പുതിയ മുട്ടൊക്കെ ഉണ്ടായിട്ടോ. ഇന്ന് മഴ മാറിയിട്ട് നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയാണ് കേട്ടോ. നീലാകാശവും വെയിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വെറുതെ മുറ്റത്തോടൊക്കെ നടന്നു കേട്ടോ. രാവിലെ മുറ്റവടിയും വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പനിക്കൂർക്കയൊക്കെ നല്ല രീതിയിൽ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പിടിച്ച് വരും, കുറച്ച് കഴിയുമ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു പുഴു കയറും, മൊത്തം നശിച്ചു പോകും. വീണ്ടും അത് പിടിച്ച് വരും. ഇത് തന്നെയാണ് ഇവിടുത്തെ കലാപരിപാടി. പിന്നെ നമുക്ക് കുറച്ച് ഒട്ടുപാൽ ഉണങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയ വെയിലത്ത് അതെടുത്ത് വെയിലത്തിട്ടു കേട്ടോ. ഇനി ഇങ്ങനെ നോക്കിയിരിക്കണം. മഴ വന്നാൽ അന്നേരം മൂടിയിടണം. അതുകൊണ്ട് ഇങ്ങനെ നോക്കിയിരുന്ന് ഉണക്കി പെറുക്കൊക്കെ ആയിട്ടിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ പച്ചക്കറി വണ്ടി വന്നു. എന്തെങ്കിലും പച്ചക്കറി മേടിക്കാം. നമ്മുടെ പച്ചക്കറികളൊക്കെ തീർന്നു. അപ്പം ഞാൻ പോയി കുറച്ച് പച്ചക്കറികളൊക്കെ മേടിച്ചു കേട്ടോ. എന്തൊക്കെ മേടിച്ചതെന്ന് കാണിച്ചു തരാം. കുറച്ച് തക്കാളിയും കുറച്ച് പച്ചപ്പയറും വാങ്ങിട്ടോ. പിന്നെ അതുകൂടാതെ വേറെയും കുറച്ച് പച്ചക്കറികളോട് വാങ്ങി. കാരണം ഇനിയിപ്പം പച്ചക്കറി വണ്ടി എന്നാ വന്നേന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം 2 ദിവസമൊക്കെ വരും, നമ്മൾ കാണണമെന്നില്ല. അതുകൊണ്ട് കുറച്ച് മേടിച്ചു. ക്യാരറ്റ്, സവോള, പച്ചമുളക്, കുറച്ച് ബീറ്റ്റൂട്ട്, ഇഞ്ചി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. നമുക്കിതെല്ലാം കൂടെ ഒന്ന് തരം തിരിച്ച് മാറ്റിയിട്ട് കൂടിനകത്താക്കി വെക്കണം. ക്യാരറ്റൊക്കെ ചെറുതാണെങ്കിലും നല്ലതാട്ടോ, കേടൊന്നും ഇല്ലാത്തതാണ്. സവോളയും കുറച്ച് മേടിച്ചു. സവോള 3 കിലോ 100 രൂപ എന്ന് പറഞ്ഞു. 3 കിലോ ഒന്നും വാങ്ങിയില്ല കേട്ടോ. 1 കിലോ സവോള മേടിച്ചു. ഇനിയിപ്പം ഒരു 1-2 ആഴ്ചത്തേക്ക് പച്ചക്കറിയുടെ കാര്യത്തെപ്പറ്റി ടെൻഷൻ അടിക്കണ്ട. അത്യാവശ്യം എല്ലാം തന്നെ വാങ്ങി. കൂടെ പപ്പടവും വാങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇങ്ങനെ തിരിച്ച് മാറ്റി വയ്ക്കുവാണേ. ഈ പച്ചമുളകൊക്കെ നമുക്ക് വേറൊരു ചെറിയ കവറിലാക്കി മാറ്റി വയ്ക്കാം. ഒരു കോളിഫ്ലവറോട് വാങ്ങിട്ടോ. കോളിഫ്ലവർ വാങ്ങണമെന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നതായിരുന്നു. ഇത്തവണ വാങ്ങി. നമുക്ക് പച്ചമുളക് ചെറിയ കവറിലേക്ക് ആക്കി വയ്ക്കാം. ഞാൻ എപ്പോൾ പച്ചക്കറി മേടിച്ചാലും അതെല്ലാം കൂടി ഇങ്ങനെ കവറിലാക്കി കെട്ടിയാണ് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത്. അപ്പോൾ അത് കേടാവാതെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. പച്ചമുളക് ചെറിയൊരു കവറിലാക്കി വയ്ക്കാം. കുറച്ചല്ലേ ഉള്ളൂ. ഇനിയിപ്പം ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം കൂടി നമുക്ക് വേറൊരു കവറിൽ കെട്ടി വയ്ക്കാം. പിന്നെ കോളിഫ്ലവറും ക്യാരറ്റും ബീറ്റ്റൂട്ടും അതിലേക്ക് ഇട്ട് വയ്ക്കാം. പിന്നെ ഇഞ്ചിയും സവോളയും അത് നമ്മുടെ പച്ചക്കറി വയ്ക്കുന്ന പുറത്ത് വയ്ക്കുന്ന ഒരു തട്ടുണ്ട്. ആ തട്ടിലോട്ട് എടുത്ത് വയ്ക്കും. അത് ഫ്രിഡ്ജിൽ വയ്ക്കാറില്ല. അങ്ങനെ ക്യാരറ്റും ബീറ്റ്റൂട്ടും കോളിഫ്ലവറും ഒക്കെ കൂടി ഞാൻ വേറൊരു കവറിൽ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കവർ കെട്ടി വയ്ക്കാം. പച്ചക്കറി ഇങ്ങനെ കെട്ടി വെച്ചാൽ കേടാവാതെ ഇരിക്കുവേ. കെട്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചാൽ മതി. ഇത് പിന്നെ തക്കാളിയും പച്ചപ്പയറും അത് ഒരു കവറിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറ്റുന്നില്ല. ആ കവർ അങ്ങനെ തന്നെ കെട്ടി വയ്ക്കാം. ഇന്നിപ്പോൾ കറി വയ്ക്കാൻ എടുക്കുന്നില്ല. ഇന്നലെ കടച്ചക്ക വെച്ച കറി ഇരിക്കുന്നുണ്ട്. കടച്ചക്ക കറിയുണ്ട്. അപ്പം അത് വെച്ച് പിന്നെ പപ്പടം വറുക്കാം. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഇനി നമുക്ക് കവറിലാക്കിയ പച്ചക്കറി എടുത്തിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം കേട്ടോ. ഫ്രിഡ്ജിലില്ലാത്ത സാധനങ്ങളില്ല, സകല അലുക്കുലുത്തുകളുണ്ട്. പച്ചക്കറി എടുത്ത് ഫ്രിഡ്ജിൻ്റെ തട്ടിലോട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ കൂട്ടിൽ കെട്ടിയിരിക്കുമ്പം ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അപ്പോഴേ കൂട്ടുകാരെ പറയാൻ മറന്നുപോയി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉച്ചക്കറക്കത്തിന് പോയിട്ടോ. വെറുതെ വീട്ടിലിരുന്ന് മടുത്ത് കഴിഞ്ഞപ്പോൾ പോയതാണ്. മഴയില്ല. അപ്പം ഒന്ന് ചുമ്മാ കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. കറക്കമൊന്നുമല്ല കേട്ടോ, പെട്രോൾ അടിക്കണം വണ്ടിക്ക്.
പിന്നെ കുറേ ദിവസമായി ബിരിയാണി കഴിക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ബിരിയാണിയും കഴിക്കാം, പെട്രോളും അടിക്കാം എന്ന് എഴുതി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം മഴയില്ലാത്ത സമയമായതുകൊണ്ട് പോയി വരാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി ഒരു ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു, കഴിച്ചു. ഹോട്ടലിൽ നല്ല തിരക്കായതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ചു. പിന്നെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു വരുന്ന വഴി ഇങ്ങനെ പാടമൊക്കെ ഉണ്ട്. ആ പാടത്തിലെടുത്തെത്തിയപ്പോൾ നല്ല സുന്ദരമായൊരു കാഴ്ച കണ്ടു. നമ്മളിങ്ങനെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് വീണ്ടും മുളച്ച് വന്ന ഇതിൽ നെൽക്കതിരുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൽ നിറച്ചിങ്ങനെ കുഞ്ഞു കുഞ്ഞു കുരുവികളാണ്. അപ്പം തീരെ ചെറിയ കുരുവികളാട്ടോ. ഞാൻ മാക്സിമം സൂം ചെയ്ത് ഒക്കെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല. എന്തായാലും നല്ലൊരു കാഴ്ചയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ തത്ത അങ്ങനെയുള്ള കിളികളൊക്കെ വേറെ ഉണ്ട് കേട്ടോ. അപ്പം ആ കുഞ്ഞു കുഞ്ഞു കിളികളെ കാണാൻ നല്ല രസമായിരുന്നേ. അങ്ങനെ കുഞ്ഞിക്കിളികളെയൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു കേട്ടോ. കുഞ്ഞിക്കിളികളെ അധികം കണ്ടുകൊണ്ട് എന്നാൽ മഴ പെയ്താൽ നനയില്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു കേട്ടോ. വീട്ടിൽ വന്ന് കുറച്ച് നേരം വെറുതെ ഇരുന്നു. കഴിഞ്ഞ് വൈകുന്നേരം പോയി ഒരു ചക്ക ഇട്ടുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ ചക്ക ഇന്ന് പുഴുങ്ങുന്നൊന്നുമില്ല, അത് വെട്ടി അരിഞ്ഞ് റെഡിയാക്കി വെക്കാമെന്ന് വെച്ചു കേട്ടോ. നാളത്തേക്ക് എടുക്കാം. അങ്ങനെ ചക്കയൊക്കെ വെട്ടി ഞാനിവിടെ ചക്കയെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണേ. ഇത് നല്ല ചക്ക കേട്ടോ. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് വെള്ളം ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ വെള്ളമൊന്നുമില്ല. ചക്കക്കുരുവുണ്ട്, നല്ല കുഴപ്പമില്ലാത്ത ചക്കയാണ്. അപ്പോൾ ഇത് നമുക്കിനി അതിൻ്റെ കുരുവും പാടയൊക്കെ കളഞ്ഞിട്ട് നല്ല ക്ലീനാക്കി വെച്ചിട്ട് അരിഞ്ഞ് വറുക്കിയെടുത്ത് ഒരു കവറിലിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. നാളെ എടുത്തത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചക്ക പുഴുങ്ങാം. അങ്ങനെ ഞാൻ ചക്കയൊക്കെ അരിഞ്ഞ് പെറുക്കി എടുത്ത് വെച്ചു. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാവേ. അതുവരേക്കും ബൈ ബൈ. ചക്ക ഞാനൊരു കവറിലാക്കി. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കണം. ഇങ്ങനെ എല്ലാം അരിഞ്ഞ് റെഡിയാക്കിട്ടോ. അപ്പോൾ ഒരു കവറിലും ആക്കി. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കാം. നാളെ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ചക്കപ്പുഴുക്ക്. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.